എലത്തൂർ മണ്ഡലത്തിൽ ചിഹ്നം മാറിയതിന് പിന്നിൽ അമിത്ഷായുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് എ.കെ. ശശീന്ദ്രൻ. ചിഹ്നമാറ്റം വിജയത്തെ ബാധിക്കില്ല. ക്ലോക്ക് ചിഹ്നം ലഭിക്കാത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശശീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് ഇക്കുറി ശശീന്ദ്രന്റെ ചിഹ്നം. ഈ ചിഹ്നത്തിൽ ഏത് തരത്തിലുള്ള കൺഫ്യൂഷനാണ് വന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അതൊരു രാഷ്ട്രീയമാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് NDA സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ വെലിക്കലിൽ രക്തമൊഴുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ചിഹ്നം നഷ്ടപ്പെട്ടത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അതിനെ എങ്ങനെയാണ് ഇനി നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ നിയമപരമായിട്ട് തന്നെ അത് നിയമ നടപടിയാണ്. VS രഞ്ജിത്ത് വിവരങ്ങളുമായുണ്ട്. രഞ്ജിത്ത്, ഈ കാഹളം മുഴക്കുന്ന മനുഷ്യനിൽ തൃപ്തിയില്ലേ? അതോ ഈ ചിഹ്നം ഏതായാലും കുഴപ്പമില്ല, വിജയം ഉറപ്പാണ്, പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, അതിൽ നിയമ പോരാട്ടം എന്നുള്ളതാണോ നിലപാട്? മധു, കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നം LDF-നെ സംബന്ധിച്ചോ ശശീന്ദ്രനെ സംബന്ധിച്ചോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ആ ചിഹ്നം മാത്രമാണെങ്കിൽ പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രൻ മത്സരിച്ച ക്ലോക്ക് ചിഹ്നത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി എലത്തൂരിൽ വരുമ്പോഴാണ് ഇത്തവണ ശശീന്ദ്രന് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം ശശീന്ദ്രന് വോട്ട് ചെയ്യുന്നവരൊക്കെ ഇതുവരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്ലോക്ക് ചിഹ്നം താഴെ കാണും. അപ്പോൾ ആ ചിഹ്നത്തിലേക്ക് ഒരു വോട്ട് പോയാൽ അത് ശശീന്ദ്രന് വലിയ മിസ്സിംഗ് ആവും. അതിന്റെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് PK ശശീന്ദ്രനാണ്. ഒരു പിയുടെ മാറ്റം മാത്രമേ ഉള്ളൂ. ഒന്ന് AK ശശീന്ദ്രനാണ്, മറ്റൊന്ന് PK ശശീന്ദ്രനാണ്. അപ്പൊ ശശീന്ദ്രന്മാർ തമ്മിൽ മാറിപ്പോയി ചിഹ്നം പഴയതുമാവുമ്പോൾ സ്വാഭാവികമായിട്ടും എലത്തൂരിൽ വലിയ ബുദ്ധിമുട്ട് AK ശശീന്ദ്രനെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ചിഹ്നം, ക്ലോക്ക് ചിഹ്നം കൊടുക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് LDF ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അജിത് പവാർ വിഭാഗത്തിൽപ്പെട്ട NCPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശശീന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലോക്ക് ചിഹ്നം അനുവദിക്കുകയായിരുന്നു. CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും എലത്തൂർ ഒരു ഉറച്ച സീറ്റാണ്. പക്ഷേ AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് NCPയിൽ തുടക്കത്തിൽ പ്രശ്നമുണ്ടായി, CPM-നകത്ത് തന്നെ പ്രശ്നമുണ്ടായി. അതൊക്കെ അതിജീവിച്ച് AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായി. അങ്ങനെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു തലവേദനയായി ഈ ചിഹ്ന പ്രശ്നം കൂടി ഉദിച്ചു വരുന്നത്. ഈ ക്ലോക്ക് ചിഹ്നം മാറി പേരുകൂടി മാറുമ്പോൾ അപരൻ ആയി തന്നെ കണക്കാക്കാവുന്നതാണ്. കാരണം AK ശശീന്ദ്രനോട് പേരിനോട് ഏറ്റവും സാമ്യമുള്ള PK ശശീന്ദ്രനാണ് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.